ജൂണിൽ നടന്ന ലോക കേരള സഭയുടെ പ്രചരണത്തിന് 2.69 കോടി രൂപ ചെലവിടാൻ അനുമതി തേടുന്ന പ്രപ്പോസൽ നൽകിയത് കഴിഞ്ഞ മാസമാണ്. അത് അംഗീകരിച്ചത് പരിപാടി കഴിഞ്ഞ് 3 മാസത്തിന് ശേഷം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിലെ വിചിത്രമായ ഇടപാടുകളുടെ മറ്റൊരു തെളിവാണ് 2 ദിവസം മുമ്പ് ഇറങ്ങിയ ഈ ഉത്തരവ്. വൻ പരിപാടികൾ നടത്തുന്നതിന് മുൻപേ ചെലവിന് അംഗീകാരം വാങ്ങേണ്ടതുണ്ട്. കൃത്യമായ അനുമതിയില്ലാതെ പരിപാടികൾ നടത്തിയ ശേഷം അത് സാധൂകരിക്കാൻ ഉത്തരവിറക്കുന്നത് ചട്ടവിരുദ്ധമാണെന്ന് സെക്രട്ടേറിയറ്റിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശമാണെന്ന് പറഞ്ഞാണ് അംഗീകരിച്ചിരിക്കുന്നത്. PRDയിലെ ബന്ധപ്പെട്ട വിഭാഗങ്ങൾ ലോക കേരള സഭയ്ക്ക് മുൻപ് ചെലവിനുള്ള ശുപാർശ നൽകിയിരുന്നില്ല. അംഗീകാരം കിട്ടാതെ ഈ പരിപാടികൾ നടത്തിയതെങ്ങനെ എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഫീൽഡ് പബ്ലിസിറ്റി വിഭാഗം ഇൻഫർമേഷൻ ഓഫീസർ ഓഗസ്റ്റ് 29-നാണ് പ്രപ്പോസൽ നൽകിയത്. പരസ്യം പബ്ലിക്കേഷൻ വിഭാഗങ്ങളും ലോക കേരള സഭ കഴിഞ്ഞാണ് പ്രപ്പോസൽ നൽകിയത്. കഴിഞ്ഞ ജൂൺ 13 മുതൽ 15 വരെ തിരുവനന്തപുരത്ത് നടന്ന ലോക കേരള സഭയ്ക്ക് ഫീൽഡ് പബ്ലിസിറ്റി, പരസ്യം, പ്രസിദ്ധീകരണം, മീഡിയ റിലേഷൻസ്, വെബ് ആൻഡ് ന്യൂ മീഡിയ വിഭാഗങ്ങൾ വഴി 2.84 കോടിയുടെ എസ്റ്റിമേറ്റാണ് കഴിഞ്ഞ മാസം സമർപ്പിച്ചത്. ചെലവ് ചുരുക്കലിന്റെ പേരിൽ 15 ലക്ഷം രൂപ മാത്രം വെട്ടിക്കുറച്ച് 2.69 കോടി രൂപയ്ക്ക് അംഗീകാരം നൽകുകയും ചെയ്തു. ഹോർഡിങ്ങുകൾ സ്ഥാപിക്കാൻ ഫീൽഡ് പബ്ലിസിറ്റി വിഭാഗം 15.15 ലക്ഷം രൂപയുടെ പ്രപ്പോസലാണ് നൽകിയത്. ഇതിന് പുറമെ ചെറിയ ബോർഡുകൾക്ക് 2.82 ലക്ഷം, റെയിൽവേ സ്റ്റേഷനുകളിൽ LED പ്രദർശനത്തിന് 6 ലക്ഷം, വിമാനത്താവളങ്ങളിൽ പരസ്യ ബോർഡ് സ്ഥാപിക്കാൻ 9.70 ലക്ഷം എന്നിവയും ചേർത്ത് 33.52 ലക്ഷം. പരസ്യ വിഭാഗത്തിന്റെ പ്രപ്പോസൽ ഏകദേശം 2.28 കോടിയുടേതാണ്. പരമാവധി തുക ചെലവിടുക, പുറം കരാർ കിട്ടിയവരിൽ നിന്നും വൻതുക കമ്മീഷൻ നേടുക, പരിപാടികൾക്ക് ശേഷം പ്രപ്പോസൽ നൽകി മുൻകാല പ്രാബല്യത്തോടെ അംഗീകാരം നേടുന്നതിന് ഇതിനു വേണ്ടിയാണെന്നും ആരോപണങ്ങളുണ്ട്. നവകേരള സദസ്, കേരളീയം എന്നിവയുടെ പേരിലുള്ള ക്രമക്കേടുകൾ പുറത്തു വന്നതോടെ PRDയിൽ തിടുക്കത്തിൽ നടന്ന ബിൽ പാസാക്കാനൊപ്പമാണ് ചട്ടങ്ങൾ ലംഘിച്ചിട്ടുള്ള ഇത്തരം നടപടി എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്.